ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം കെട്ടിച്ചമച്ചതാണ് എന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിവേദനം നൽകിയെന്നും ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നതായും CBCI വക്താവ് റോബിൻസൺ റോഡ്രിഗസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ അപലപിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി രംഗത്തെത്തി. ഇത് കെട്ടിച്ചമച്ച കേസും ആരോപണവുമാണെന്നാണ് CBCI വക്താവ് റോബിൻസൺ റോഡ്രിഗസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഭരണഘടനയ്ക്കെതിരെയും രാജ്യത്തിനെതിരെയും ചില സംഘടനകൾ പ്രവർത്തിക്കുകയാണെന്നും വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിവേദനം നൽകിയെന്നും ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നതായും CBCI വക്താവ് റോബിൻസൺ റോഡ്രിഗസ് വ്യക്തമാക്കി. Somehow tracked by some anti-national elements. We call them anti-national elements because they work against the constitution. We condemn these all actions and demand that the government of the state and also central government comes into action and protects all the rights of religious minorities. അതേസമയം കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയ 3 പെൺകുട്ടികളും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് CBCI വനിതാ കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ ആശ പോൾ ചൂണ്ടിക്കാട്ടി. കൃത്യമായ യാത്രാരേഖകളും കന്യാസ്ത്രീകളുടെ പക്കലുണ്ടായിരുന്നെന്നും മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും തിങ്കളാഴ്ച കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നും സിസ്റ്റർ ആശ പോൾ വ്യക്തമാക്കി. 3 പേരും കൺഫേംഡ് ടിക്കറ്റിൽ ദുർഗിൽ നിന്ന് ആഗ്രയിലേക്ക് ട്രാവൽ ചെയ്യാൻ വന്നതാണ്. അവരുടെ പേരൻസിന്റെ കൺസെന്റ് ലെറ്റർ അവരുടെ കയ്യിലുണ്ടായിരുന്നു, സിസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്നു. കൂടാതെ അവിടെ ആധാർ കാർഡ് കാണിക്കുന്ന അനുസരിച്ച് അവരെല്ലാവരും മേജറാണ്. ആധാർ കാർഡിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്, ടിക്കറ്റ്സിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അവരെല്ലാവരും സ്വന്തം ഇഷ്ടത്തോടു കൂടി വന്നവരാണ്. കേന്ദ്ര സർക്കാരിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഇതാണ്: ക്രൈസ്തവ സന്യാസികളായ ഞങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തോടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തോടെയും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കാനായിട്ട് അനുവദിക്കണമെന്നും അതിനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഷക്കീന ന്യൂസ്, ദില്ലി.